നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിധികർത്താക്കൾ തിരഞ്ഞെടുത്ത വിജയിക്ക് ലഭിച്ചത് ഒരേ ഒരു ഒന്നാം സമ്മാനം. പക്ഷേ കാലം നിന്നിൽ കരുതി വെച്ച സമ്മാനം, ആ സമ്മാനം കാലങ്ങളോളം നിന്നിൽ വന്ന് ചേർന്നുകൊണ്ടേ. ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടൊന്ന് ആലോചിക്കുമ്പോഴാ നമുക്കിടയില് അങ്ങനെ കണക്കുകളൊക്കെ വച്ചു പുലർത്തേണ്ട കാര്യമുണ്ടോ രാജു? രാജു എന്നെ ഒരു അന്യായിട്ടാണ് കാണുന്നതെന്നും രാജുവിന്റെ ചില വാക്കുകളിലൂടെ രാജു പറയാതെ പറയുമ്പോ അതെന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് രാജു. അത് മാഡം, ഞാൻ സാരമില്ല രാജു, മനസ്സിലുള്ളതല്ലേ വാക്കുകളായിട്ട് പുറത്തു വരൂ. മനസ്സിലുള്ളത് മറച്ചു വെച്ച് രാജു എന്നെ കബളിപ്പിക്കുന്നില്ലല്ലോ. ആലോചിക്കുമ്പോ അത് തന്നെ വലിയൊരു ആശ്വാസം എനിക്ക്. നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ വെക്കുന്നതല്ലേ തെറ്റ് അല്ലേ രാജു? അതൊക്കെ പോട്ടെ, എനിക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്ന് ഒരു കാര്യം കൂടി എനിക്ക് ചെയ്യാനുണ്ട് രാജു. എന്താ മാഡം? അതൊക്കെ പറയാം. ആദ്യം ഈ ഗ്ലാസ് കൊണ്ട് കടയിൽ കൊടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. പോകുന്ന വഴിക്ക് ഞാൻ കാര്യം എന്താണെന്ന് പറയാം. രാജു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ശരി മാഡം. ആണോ? എന്നിട്ട് അപ്പു എന്ത് പറഞ്ഞു? അവളെന്ത് പറയാൻ, ശേഖരേട്ടൻ പറ്റില്ലാന്ന് തറപ്പിച്ചു പറഞ്ഞപ്പോ പിണങ്ങിപ്പോയി അവള് കിടന്നുറങ്ങി. അയ്യോ, അത് കഷ്ടായി പോയി. അവൾക്ക് വിഷമായി കാണും. എന്ന് വെച്ച് പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വാശി പിടിച്ചാൽ എങ്ങനെയാ? ഇങ്ങനെയുള്ള വാശികളൊന്നും നല്ലതല്ല. ഈയിടെയായിട്ടാണെങ്കില് അവൾക്ക് ഇത്തിരി വാശി കൂടുതലാ. പോ ചെറിയമ്മന്ന്, അവള് കുട്ടിയില്ലേ? ഋതു, നീ അവളെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നേ. അതൊക്കെ പോട്ടെ. നീ ആഗ്രഹിച്ച പോലെ രാജുവിന്റെ വീട്ടിലെ അത്യാവശ്യ കടങ്ങളൊക്കെ തീർന്നില്ലേ? അവിടെ എല്ലാവർക്കും സന്തോഷായില്ലേ? അത് പിന്നെ പ്രത്യേകം പറയണോ ചെറിയമ്മ? രാധമ്മയ്ക്കും വേണുവെങ്കിലും ഒക്കെ ഒരുപാട് സന്തോഷായി. രമ്യയുടെ അമ്മ പ്രത്യേക ടൈപ്പാണെന്ന് ചെറിയമ്മയ്ക്ക് അറിയാലോ. കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടെന്ന് വെച്ച് എന്തൊരു അഹങ്കാരം അവർക്ക്. തൽക്കാലത്തേക്ക് അവരുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. നീ ഇപ്പോ പഴയ ആളെയല്ല, ഒരുപാട് മാറിപ്പോയി. ഈ വീട്ടില് അമ്പി ചേച്ചിയെ ഭയന്ന് ഒളിച്ചു നടന്ന് എന്റെ പിന്നിന്ന് മാറാതെ നടന്ന് ഋതികയല്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ മുന്നോട്ടിറങ്ങുന്ന ഒരു പുതിയ ഋതികയാ ഇപ്പൊ ചെറിയമ്മ കാണുന്നത്. ഞാൻ ഒരിക്കലും ബോധപൂർവം സ്വയം മാറാൻ ശ്രമിച്ചിട്ടില്ല ചെറിയമ്മ. സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ചില ശ്രമങ്ങൾ, അത്രേ ഉള്ളൂ. എന്തൊക്കെ വലിയ പ്രശ്നങ്ങളിലാണെങ്കിലും രാജുവിന്റെ കുടുംബം അതൊന്നും പരസ്പരം പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കാതെ കഴിയുന്നത്രയും സന്തോഷമായിട്ടിരിക്കാനേ ശ്രമിക്കും. അവരുടെ നിഷ്കളങ്കമായ ആ കുഞ്ഞു മനസ്സുകളിലെ സന്തോഷം അണച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ചെറിയമ്മ. സ്വന്തം റെസിപ്പിയുടെ ഫോർമുലയൊക്കെ വലിയ കമ്പനിക്ക് വിറ്റിട്ട് ചെറിയമ്മയ്ക്ക് എന്താ ഋതുമോള് സമ്മാനമായിട്ട് വാങ്ങിച്ചത്? ഋതുമോള് ചെയ്യാൻ പോകുന്നത് ഒരു ജോലി അല്ലെങ്കിലും ഒരു വരുമാന മാർഗാണേ. എന്ന് വെച്ചാ കഴിഞ്ഞ ദിവസം കയ്യിലേക്ക് വന്നതേ ആദ്യത്തെ ശമ്പളം. അപ്പൊ ഉറപ്പായും ചെറിയമ്മയ്ക്കൊരു സമ്മാനം വേണം. ചെറിയമ്മ ധൃതി വയ്ക്കല്ലേ. അതൊക്കെ ഞാനും അപ്പവും പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പ്ലാൻ? അതൊക്കെ ഉണ്ട് ചെറിയമ്മ. കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും മതി. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ചെറിയമ്മ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ മോളെ? എനിക്ക് ദിവ്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ദിവ്യയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന അവളുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ കുറച്ചു കാലത്തേക്കെങ്കിലും മറക്കാൻ കെൽപ്പുള്ള എന്തെങ്കിലും ഒന്ന്. അങ്ങനെ ചോദിച്ചാ ഇങ്ങോട്ട് താമസം മാറിയ പിന്നെ ദിവ്യ ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നേ. അവളുടെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എത്തിക്കാറുണ്ട്. അമ്പി ചേച്ചിയോ ദീപക്കോ അവളെ
യാതൊരു തരത്തിലും ഉപദ്രവിക്കാതെയും വിഷമിപ്പിക്കാതിരിക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ എനിക്കറിയാം ചെറിയമ്മ. ഞാൻ ഉദ്ദേശിക്കുന്നതേ അങ്ങനെയൊന്നുമല്ല. ആ, ആ, നമുക്ക് ദിവ്യയ്ക്കും കുഞ്ഞിനും വേണ്ടി എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്താൻ പറ്റുമോ? ചെറിയൊരു ആഘോഷമായിട്ട്. അവരമ്മയും മോനും അതിനൊക്കെ സമ്മതിക്കും തോന്നുന്നുണ്ടോ മോൾക്ക്? അവരുടെ കാര്യമൊക്കെ രാജു നോക്കിക്കോളും. ചെറിയമ്മ എനിക്കൊരു ഐഡിയ പറഞ്ഞു താ. ദിവ്യക്കിപ്പോ 7ാം മാസല്ലേ? ഗർഭിണികളായ സ്ത്രീകൾക്ക് 7ാം മാസത്തിലാ സീമന്തം നടത്തേണ്ടത്. സീമന്തം? ഹാ, ഞാനും കേട്ടിട്ടുണ്ട്. നമുക്കെങ്കിലേ ദിവ്യയുടെ സീമന്തം നടത്തിയാലോ? ആ, ദൈവമേ, അത് പ്രശ്നമാവും. അമ്പേ ചേച്ചി അത് സമ്മതിക്കില്ല. ദിവ്യയുടെ വയറ്റിലുള്ളത് ദീപകിന്റെ കുഞ്ഞല്ലാന്ന് വരുത്തി തീർക്കാൻ ബുദ്ധി ആലോചിച്ചുകൊണ്ടിരിക്കുക അമ്പേ ചേച്ചി. നമ്മൾ ദിവ്യയുടെ സീമന്തം നടത്താൻ പോവാണെന്നെങ്ങാനും കേട്ടാ വെളിച്ചപ്പാട് തുള്ളുന്നത് പോലെ നിന്ന് ഉറഞ്ഞു തുള്ളും. ചെറിയമ്മ വാ. എവിടേക്കാ? പറയാം വാ. മോളെ, നീ ഇത് എന്തിനുള്ള പുറപ്പെടാ? ഓ, പറയാം വാ ചെറിയമ്മ വാ. ഋതു, ആ രാജു, ആ സർ. പുറത്തെല്ലാവരും റെഡിയല്ലേ? ആ, റെഡിയാണ് സർ. ഞാനിത് നോക്കി വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിറങ്ങാം കേട്ടോ. ലേറ്റ് ആവില്ലല്ലോ? ഏയ് ഇല്ല സർ. ശരി, ഇത് ഓക്കെയാണ്. പക്ഷെ ഇതിലുള്ള ഒരേ ഒരു റിസ്ക് എന്ന് പറയുന്നത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷന്റെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ്. ഫുഡ് കോമ്പറ്റീഷനിലെ വിന്നേഴ്സിനെ പോലും അസൂയപ്പെടുത്തിക്കൊണ്ട് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽസിന്റെ പ്രശംസ പിടിച്ചു പറ്റി താനെന്ന് ഞാനിന്ന് ന്യൂസ് പേപ്പറിൽ കണ്ടു. അതെ അച്ഛാ, അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ സംഭവിച്ചു. ഇന്നത് തന്നെയാണ് വിജയമെന്ന് നമ്മൾ മനസ്സിലുറപ്പിച്ച് ആ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ അതേ ലക്ഷ്യത്തോടെ പ്രയത്നിക്കുന്ന വേറെയും ഒരുപാട് ആളുകളുണ്ടാവും. എല്ലാവരുടെയും ലക്ഷ്യം ഒരേ വിജയസ്ഥാനം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ അപൂർവമായി സംഭവിക്കുന്ന അത്ഭുതം അതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വിധികർത്താക്കൾ തിരഞ്ഞെടുത്ത വിജയിക്ക് ലഭിച്ചത് ഒരേ ഒരു 1ാം സമ്മാനം. പക്ഷെ കാലം നിന്നിൽ കരുതി വെച്ച സമ്മാനം, ആ സമ്മാനം കാലങ്ങളോളം നിന്നിൽ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.